ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. അതിനാണ് ഞാൻ ഈ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. ബൈ ദ വേ, കുറേ കാലത്തിന് ശേഷം നമുക്ക് മൺഡേ ഒരു ലീവ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് സമയം ഇങ്ങനെ കളയാൻ എനിക്കിഷ്ടമില്ല. എന്തെങ്കിലും പരിപാടി ഓണാക്കണം. അങ്ങനെ ഒരു പരിപാടി ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ആ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ വാ, നമുക്ക് സ്ഥലം വരെ പോവാം കേട്ടോ. നോർമലി നമ്മൾ ഒരാളെ കാണാൻ ചെല്ലുമ്പോഴേ എന്താ വാങ്ങിച്ചോണ്ട് പോവുക? കുറച്ച് ലഡു, കുറച്ച് മിച്ചർ, കുറച്ച് ജിലേബി, ആ വക സാധനങ്ങളൊക്കെ അല്ലേ. എന്നാൽ ഇന്ന് ഞാൻ വാങ്ങിച്ചത് 2 ഫുൾ ചിക്കൻ ബിരിയാണിയാണ്. വെറൈറ്റി അല്ലേ? അങ്ങനെ വെറൈറ്റിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചതല്ല അത് വാങ്ങിക്കാൻ അതിൻ്റെതായ റീസൺ ഉണ്ട്. ബിക്കോസ് ഇന്ന് ഞാൻ കാണാൻ പോകുന്നത് നോട്ട് എ നോർമൽ പേഴ്സൺ ബട്ട് എ പ്രഗ്നന്റ് ലേഡി. അപ്പം ഞാൻ വിദ്യേൻ്റെ അടുത്ത് പോവാണ്. അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി നടക്കുകയാണ്. ഓട്ടോയിൽ വന്നിറങ്ങി കുറച്ച് നടക്കാനുണ്ട്. ബാക്കി ഞാൻ അവിടുന്ന് കാണിച്ചരാക്കി. അവളവിടെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം എൻ്റെ അവൾക്ക് വേണ്ടി ഒരു സാധനമുണ്ട്, സ്പെഷ്യൽ സാധനം. കുറച്ചുള്ളിലേക്കാണ് വീട്. പോയൊരു നാളിരില പോലെ നാം ഇരുപേരൊത്തു പള്ളിയിലൊത്തു ചേർന്നു. ഏറിയ നാള് പോയതല്ലേ, അന്നു നീ കടിച്ചു പാതി തന്നു. കുഞ്ഞു കിനാവിൻ കണ്ണിമങ്ങ ഓർത്തിരുന്നു, കാത്തിരുന്നു. ജീവിതമാകെ നേരിടുമ്പോൾ നീ പച്ചത്തുരുത്തായി സ്വപ്നത്തുരുമ്പായി കൽവിയിലിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴമേ, കിളിക്കൊത്തായി തേൻപഴം. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ ആ ബാച്ചിലെ ആകെ കൂടെ ഉള്ള 11 ഗേൾസിലെ നമ്മുടെ ക്ലാസ്സിലെ 6 ഗേൾസിലെ 2 ഗേൾസിന് അന്നത്തെ HODന്റെ സർക്കിളിലുള്ള കുറച്ച് ടീച്ചേഴ്സിന്റെ അഭിപ്രായത്തിൽ 2 കൊമ്പും 2 എല്ലും കൂടുതലുള്ള 2 പേരുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ദൈവം അറിഞ്ഞു കൊടുത്ത കഴിവാണ് മാനേജ്മെന്റിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അപ്പോൾ റിയാക്ട് ചെയ്യുക. ഇനി അപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിലൂടെ അതിന് പണി കൊടുക്കുക, ജൂനിയേഴ്സിന് റാഗ് ചെയ്യുക, ഇന്റർവെല്ലിന് 4 റൗണ്ട് പട്ടി ഷോ കാണിച്ച് നടക്കുക, സീനിയേഴ്സിന്റെ അടുത്ത് അടി ഉണ്ടാക്കുക. അങ്ങനെ കോളേജിലുണ്ടായിരുന്ന സകല സർവ്വ പരിപാടിക്കും അടി ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങളുടെ HOD ഞങ്ങൾക്ക് ഇട്ട് തന്ന ആ ടൈറ്റിൽ ഞങ്ങൾ ഇപ്പോഴും അഹങ്കാരത്തോടു കൂടെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാലും നീട്ടി പറഞ്ഞാലും ഞങ്ങൾക്ക് രണ്ടാൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കണ്ടുമുട്ടിയാൽ പിന്നെ ഞങ്ങളുടെ വായടക്കാൻ ടൈം ഉണ്ടാവില്ല. ഇനി ഞാൻ ആ ബിരിയാണി വാങ്ങിച്ചതിന്റെ കഥ പറയാം. കുറച്ചു കാലം മുന്നേ അവളൊന്ന് കല്യാണം കഴിച്ചതുകൊണ്ടും ഇപ്പൊ ചെറുതായിട്ടൊന്ന് പ്രഗ്നന്റ് ആയതുകൊണ്ടും അവളുടെ മൂഡ് സ്വിങ്സും പ്രഗ്നൻസി ക്രേവിങ്സും ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധം സാറ്റിസ്ഫൈ ചെയ്ത് എൻ്റെ നല്ല സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ ഇതുവരെയുള്ള ഒരു 9 കൊല്ലത്തിന്റെ കഥ ഒറ്റ ഇരിപ്പിന് പറഞ്ഞു തീർക്കാനുമുണ്ട്. ഇനി ഒരുപാട് കൊല്ലങ്ങൾ ഇതുപോലെ പോകാനുമുണ്ട്. അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.